ഹലോ കൂട്ടുകാരെ, ഇന്നൊരു കോട്ടയം വരെ പോകുന്നൊരു യാത്രയാണിത്. അതിനപ്പോഴൊരു വീഡിയോ എടുത്തേക്കാന്ന് ഓർത്തു. അപ്പോൾ ഞാനും തുളസിയമ്മയും കൂടെയാണ് ഇതേ കോട്ടയത്ത് വന്നിറങ്ങി, ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ഇതേണ്ടേ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും എനിക്ക് കോട്ടയത്ത് വരുമ്പോൾ ഞാൻ ലോട്ടറി എടുക്കാറുണ്ട് കേട്ടോ. ലോട്ടറി എടുക്കുമ്പോൾ എനിക്കൊരു 100 രൂപ 200 രൂപ വെച്ച് അടിക്കാറുണ്ട്. ഇപ്പോഴും ഇല്ല കേട്ടോ, ചിലപ്പോഴൊക്കെ മാത്രമേ ഉള്ളൂ. ഇവിടെ കോട്ടയത്ത് വരുമ്പോൾ എന്തായാലും ലോട്ടറി എടുക്കും. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും അടിച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ മുമ്പത്തെ തവണ വന്നപ്പോൾ തന്നെ 500 രൂപ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കോട്ടയത്തെ കടകളിലൊക്കെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 1:30 ആയിരുന്നു. അപ്പോൾ എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ പറയുമ്പോൾ ഊണ് കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്മ പറഞ്ഞു ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ അമ്മ എന്നെ കൊണ്ടുപോവാണ്. എവിടെ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ ഈ സൈഡിലൂടെ തന്നെ നടന്നു പോകും. അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു വീട്ടിലൂടെന്ന് പറഞ്ഞൊരു കടയിലേക്കാണ് കൊണ്ടുവന്നത്. സൂര്യ ഹോട്ടൽ എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര് വന്നത്. ഇവിടെ കയറുന്നതും വരെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ അകത്ത് കയറിയിരുന്ന് ഊണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഊണിന് വന്നിരിക്കുന്ന മെനു എന്ന് പറയുന്നത് ഇന്നത്തെ വലിയൊരു അയില വറുത്തത് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഉടച്ച് കറി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഉണക്കമീൻ പൊടി, മാങ്ങാച്ചാറ്, ഒരു കഷ്ണം മീൻ കറിയും പൊടിമീൻ പീരയുമാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ഒഴിച്ച തക്കാളിക്ക ചാറാണ്. ഈ ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മയോട് പറയാം നമ്മൾ 160 രൂപയൊക്കെ ആയിരിക്കും ഊണല്ലേ എന്ന് പറയുമ്പോൾ മീൻ വറുത്തൊക്കെ വരുന്നുണ്ട് അത്ര റേറ്റ് വരുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നമുക്ക് ബില്ല് കൊടുക്കാറായപ്പോഴത്തേക്കിനാണ് എന്നെ അതിശയിപ്പിച്ചെന്ന് പറഞ്ഞു. ഒരു 100 രൂപയ്ക്കാണ് ഇവർ ഈ ഊണ് കൊടുക്കുന്നത് കേട്ടോ. എല്ലാ കറികളും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ ഒരു ഊണ് അവർ സെർവ് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ ബസ് ജീവനക്കാരാണ് ഇവിടെ വന്ന് ഊണ് കഴിക്കാറുള്ളത് കേട്ടോ. 100 രൂപയ്ക്ക് എന്തായാലും ഇതൊരു ബർത്താണ് കേട്ടോ. അത്രയും കറികൾ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സൂപ്പറെന്ന് പറഞ്ഞാൽ കറികളൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു ബേക്കറിലേക്കാണ് ചെന്നത്. അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചു തരണോ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് റോസ്റ്റഡ് പീനട്ടാണ് വാങ്ങിച്ചത്. അത് വാങ്ങിച്ചുകൊണ്ട് ബസ്സിൽ കയറിയിരുന്നു തിരിച്ച് കറാച്ചാലിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി അമ്മ തേണ്ട സമ്മതിച്ചില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.